പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ബുധനാഴ്ച നമുക്ക് നീതിമാനായ ഔസപിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയോട് പ്രാർത്ഥിക്കാം. നീതിമാരുടെ മക്കളെ, ഓ ഹല്ലേലൂയ. ഇന്നലത്തെ വൺഡേ ധ്യാനത്തിന് എൻ്റെ ഈശോയുടെ മക്കള് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. നീതിമാനായ ഔസപിതാവ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട്. എൻ്റെ പേരുള്ള പുണ്യാളായതുകൊണ്ടാണ്, എനിക്കറിയില്ല. പുണ്യാളാണെങ്കിൽ പോലും നീതിമാനായ ഔസപിതാവിനോട് ഞാൻ ചേർന്ന് മധ്യസ്ഥ യാചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചല്ല കുറേ നാളായുള്ളൂ. ഫസ്റ്റ് ഒന്നുമല്ല. ഹല്ലേലൂയ. ഔസപിതാവ് ചാടി മാതാവിനെ കൈ ഇങ്ങനെ അടിച്ചേക്കണം. നമ്മൾ പിള്ളേർ കളിക്കില്ല ഇവിടുത്തെ പോലെ ചാടിയിട്ട് ഇങ്ങനെ മാതാവിന് ഇങ്ങനെ ഒരു കൈ വലത് കൈക്ക് ഇങ്ങനെ കൈപ്പത്തി കൊണ്ട് അടിച്ചു. അപ്പൊ മാതാവും തുള്ളിച്ചാടി ഇങ്ങനെ അടിച്ചേക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആരായിരുന്നാലും നിനക്കും ഇത് പങ്കുകാരാണ്. ആർക്കും അവകാശികളാണ്. ആർക്കും നേടുവോ? ഇന്ന് ഞായറാഴ്ചത്തെ വൺഡേ ധ്യാനത്തിന് വന്ന എല്ലാവർക്കും, 27-ാം തീയതി വൺഡേ ധ്യാനത്തിന് വന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഞാനത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വിശുദ്ധന്മാര്, നമ്മുടെ കർത്താവ്, സകല വിശുദ്ധരെ, സർവശക്തൻ ദൈവം നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദമാണ് ആഗ്രഹിക്കുന്നത്. അവരോട് ചേർന്ന് നിന്നാൽ. പ്രൈസ് ദി ലോർഡ്. സ്വരമിയത്തെ സൂചിച്ച ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നീതിമാനായ ഔസപിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ കർത്താവേ. 43 ദിവസത്തെ നിയോഗം ഇവരെടുത്തിരിക്കുന്നു കർത്താവേ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ആ 41 ദിവസത്തെ നിയോഗം എടുക്കുക. ഇന്നിപ്പോൾ ഡേറ്റുകൾ കൂടി നിന്നൊരു കുഴപ്പമില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ, നിർത്തൂല. നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോലെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. മക്കളെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അവരും പ്രാർത്ഥിക്കട്ടെ. അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ, ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കണമേ, കടഭാരമുള്ള മക്കളുടെ കടഭാരം മാറ്റി കൊടുക്കണമേ കർത്താവെ. ജോലിയില്ലാത്തവർ ജോലി കൊടുക്കണമേ. പഠിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല റിസൾട്ട് വരട്ടെ കർത്താവെ. ഈ 8-ാം തീയതിയിലത്തെ ധ്യാനത്തിന് പിള്ളേരുടെയും വലിയവരുടെയും ധ്യാനമാണല്ലോ. എല്ലാവരും വരട്ടെ കർത്താവെ. മക്കളും അങ്ങനെ കുടുംബം അടക്കം അനുഗ്രഹമായി മാറട്ടെ. പിള്ളേർക്കൊക്കെ എന്തോരം ദർശനമാണ് കർത്താവെ നീ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ 15 നീതിയുടെ മാനദണ്ഡം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? സ്നേഹിതനെ ദ്രോഹിക്കുകയോ അവനെതിരെ അപവാദം പറഞ്ഞു വരുത്തുകയോ, അതായത് അസൂയ, പരദൂഷണം, മറ്റുള്ളവൻ്റെ നന്മയിൽ ഒരു അസൂയ വരുന്നു. അയൽവാസിക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇഷ്ടമല്ല. ഞാൻ പറയും, പരദൂഷണം പറയുന്നവര് പിശാചിൻ്റെ മക്കളാണ്. മക്കളെ, അയൽവാസിക്ക് എന്തെങ്കിലും കിട്ടിയോ, ഒരു നില പിടി, അവൻ 2 നില കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അവനെന്തെങ്കിലും ഒരു അനുഗ്രഹിക്കട്ടെ. ദൈവമേ അവന് കൊടുത്തതിനോ നന്ദി പറയുന്ന കർത്താവേ. ഒരു നില ഉണ്ടെങ്കിൽ ഒരു സുനാമി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് കയറി അപ്പുറത്തേക്കല്ലോ, മേലത്ത് കയറി താമസിക്കാൻ ഇറങ്ങിപ്പോടാന്ന് ആരെങ്കിലും പറയുമോ? അല്ല, ഒരു വണ്ടിയുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ചേട്ടാ ഒന്ന് വന്നേന്ന് കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? പോകാതിരിക്കുമോ? അതൊരു അനുഗ്രഹമല്ലേ. വണ്ടി യൂബറൊക്കെ വിളിച്ചല്ലേ, വേറെ ടാക്സി വിളിച്ചൊക്കെ വരണ്ടേ? എല്ലാവർക്കും വണ്ടി എല്ലാവർക്കും ഇതൊക്കെ വേണം. പക്ഷേ ഒരുത്തനും ഒരു വഴി, ഉള്ള വഴി കൊണ്ട് കയറ്റിയെടുക്കാനല്ലേ നമ്മൾ നോക്കുക. നമ്മളല്ല, സാധാരണ ആൾക്കാർ. ഒന്ന് സഹകരിച്ചിട്ടുണ്ട്. ഈ വഴിക്ക് ഇത് ഇങ്ങനെ കിട്ടിയ പോരാ, ഒന്ന് വീതി കൂട്ടണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരാളോട് പറഞ്ഞിട്ടുണ്ടോ? കൂട്ടി നിന്നിട്ടുണ്ടോ? പ്രവർത്തിച്ചിട്ടുണ്ടോ? അതൊക്കെ നല്ല മനസ്സുള്ള മക്കൾക്കാണ് അത് സാധിക്കുക. മക്കളെ, ഇതെങ്ങനെ ഇത് നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് അല്ലേ. അപ്പോൾ പരദൂഷണം പറയണത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചിലർ സാധുക്കളായിരിക്കും. എളിമ ഹൃദയം അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് പറയുമ്പോഴൊരു സമാധാനം കിട്ടുന്നത്, പക്ഷെ അത് വലിയ വിപത്തിലേക്ക് ചെന്ന് ചേരും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. സ്നേഹമുള്ളവരെ, എങ്ങനെ അയൽവാസികൾക്കെതിരെ പരദൂഷണം പറയാത്തവർ, അയൽവാസികളെ വേദനിപ്പിക്കാത്തവർ, നുണ പറയാത്തവർ, പരദൂഷണം പറയാത്തവർ, മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവർ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് മാറ്റങ്ങൾ വരുത്താം.
കേട്ടോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, ആരാധന ആരാധന. സ്വറിമേത്ത് സൂചിച്ച മക്കളെ, ഹല്ലേലൂയ. എങ്ങനെ ഒരു പരദൂഷണം പറയാതിരിക്കാൻ നമുക്ക് സാധിക്കും? എങ്ങനെ ഒരുത്തനെ കുറ്റം പറയാതിരിക്കാൻ നമുക്ക് സാധിക്കും? ഇത് മെസ്സേജ് കേട്ടോ. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയെ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടാൻ വേണ്ടില്ല. കീഴ്പോട്ട് നോക്കി. ഞാൻ ഒരു പെണ്ണിനെ, ഒരു ചേച്ചിയെ, ഇച്ചിരി വെളുത്തിട്ട് ധരിച്ചിട്ട് ഒരു സ്ത്രീനെ കാണുന്നത്. ഒരാൾ വരുമ്പോൾ കീഴ്പോട്ട് നോക്കിയേക്കുന്നു. വൈരാഗ്യമാണ്, വെറുപ്പാണ്, കുറ്റപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവരെ വേദനിപ്പിച്ചായിരിക്കാം. കാണണ്ട നാമങ്ങള്. മക്കളെ, ഇവരെല്ലാവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ കണ്ടു. അവരുടെ മുഖം ക്രിസ്തുവിനെ കണ്ടു. എന്നെ അങ്ങനെ തന്നെയല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതെന്ന് തീരും? നിന്റെ ജീവിതം ചെറുതാണേ, മരണം ഉറപ്പാണേ. നിനക്ക് നിത്യജീവനോ അത് വളരെ വലുതാണ്. നീ കർത്താവിലേക്ക് തിരിച്ചു വരിക, അവനോട് കൂടിയിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഞാനൊരു ഒരുവിധം തടിയുള്ളൊരു പൊക്കമുള്ളൊരു വെളുത്തൊരു സ്ത്രീ ആണ് കണ്ടത്. വടക്കുന്ന് തെക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ സ്ത്രീ ഇങ്ങനെ അലക്ക് വാഷിങ് അങ്ങനെ എന്തോ ഒരു പരിപാടി നിൽക്കുന്ന സ്ഥലത്ത് കീഴ്പോട്ട് നോക്കിയിരിക്കുന്നു. ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ അയൽവാസിയാ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് കീഴ്പോട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രയർ വെച്ചത്. റോമ 2:1. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയിരുന്നാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. അതേ കുറ്റം ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ക്ഷമിക്കും മക്കളെ, എല്ലാവരോടും സഹിക്കും മക്കളെ, രമ്യതപ്പെടും മക്കളെ. ഇന്ന് 2 അത്ഭുതം നിങ്ങളുടെ പേര് നടക്കും. നീ പരദൂഷണം നിർത്തിയാൽ, നീ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ, നിന്റെ ജോലിയുടെ തടസ്സങ്ങൾ മാറും, നിന്റെ കുടുംബത്തിലെ ക്ഷാമങ്ങൾ മാറും, നിന്റെ മക്കൾ നല്ല പരിശുദ്ധാത്മാവിൽ വളരും. ഈശോയേ, ഈശോയേ, ഭവനത്തിൽ വന്നിടേണേ. കരഞ്ഞ കണ്ണീരോടെ പരദൂഷണം പറഞ്ഞതിനോർത്ത് മാപ്പ് ചോദിക്കാം, കുറ്റപ്പെടുത്തിയതിനോർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം, തള്ളി പറഞ്ഞതിനോർത്ത് മാപ്പ് ചോദിക്കാം. കർത്താവേ, ജീവനുള്ള യേശുവേ, ജീവന്റെ ഉറവിടമായ യേശുവേ, അങ്ങയുടെ കൂടെ അനേകം മക്കളെ ഞാൻ സ്നേഹിക്കും. എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ സ്നേഹിക്കും, തള്ളി പറഞ്ഞവരെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കും. ഞാൻ അങ്ങയുടെ മകനായി മകളായി ഞാൻ മാറും. യേശുവേ, യേശുവേ, നീ എന്നെ കെട്ടിപ്പിടിക്കാമോ? എൻ്റെ ഈശോയുടെ രക്തം, യേശുവേ, നിന്റെ രക്തത്താൽ നീ കുളിച്ച് കിടക്കുന്നു. നീ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ ചെയ്ത പാപത്തിന്റെ പരിഹാരമാണ് നീ ഈ പീഡകൾ സഹിച്ചെന്ന് എനിക്കറിയാം. കർത്താവേ, നിന്നെ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന നീ എൻ്റെ മാറോട് ചേർത്ത് എന്നെ ഒന്ന്, കർത്താവേ, നിന്റെ മുൾക്കിരീടത്തിൽ തന്നെ മുള്ളുകൊണ്ട് യേശുവേ എൻ്റെ ശിരസിലൊന്ന് മുട്ടിച്ച്, ഈശോ എൻ്റെ കവളത്തൊരു ചുംബനം തരാമോ കർത്താവേ? അതുവഴി എൻ്റെ കുറെ പാപങ്ങൾ മാറട്ടെ, എൻ്റെ ചിന്തകൾ മാറട്ടെ, എൻ്റെ തഴക്കദോഷങ്ങൾ മാറട്ടെ. കർത്താവിൻ്റെ മകനായി മകളായി ഞങ്ങൾ മാറട്ടെ. യേശുവേ, നിന്റെ തിരുരക്താഭിഷേകം ഞങ്ങളുടെ മേൽ തളിക്കണമേ. യേശുവേ, നിന്റെ തിരുരക്തമഴ ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേല്, ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ മേല്, മാതാവിൻ്റെ പണിതുകൊണ്ടിരിക്കുന്ന കപ്പലയുടെ മേല് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെഞ്ചിരിപ്പ് നടത്തുവാൻ അനുഗ്രഹം നൽകണമേ. അതിൻ്റെ പണി തീരുവാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ യേശുവേ. ജീവിക്കുന്നവരെ, ജീവനുള്ളവരെ, ജീവന്റെ ഉറവിടമായി യേശുവേ, നിന്നെ ഒന്ന് തൊടാൻ യേശുവേ, നീ എന്നത് മാറോട് ചേർത്ത് പിടിക്കുന്നു. നന്ദി പറയുന്നു ഈശോയെ. നീ എത്ര വലിയവനാണെന്ന്, നീ എത്ര പരിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും, നിൻകരാങ്കുലി സ്പർശനത്താൽ സൗഖ്യമേകിയാലും ദൈവം നിങ്ങളെ സമൃദ്ധി